പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, 4000 പേരെ പോഷിപ്പിച്ചു, അല്ലെങ്കിൽ 7000 പേരെ പോഷിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആ പോഷിപ്പിക്കലിൻ്റെ ആ സത്യയുടെ അവസാന ഘട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു കൽപ്പന, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ പെറുക്കിയെടുക്കണം. അപ്പോൾ 5000 പേരോ 4000 പേരോ 10000 പേരോ ഇരുന്ന് ഭക്ഷിക്കുന്നതായ ആ ഭക്ഷണത്തിൻ്റെ ആ വരിയിൽ അവർ നിലത്തിരുന്ന് ഭക്ഷിക്കുന്നിടത്ത് വിളമ്പിയതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ശേഷിച്ച കഷണം പെറുക്കിയെടുക്കുന്നത്. 12 കൊട്ട അവർ പെറുക്കിയെടുത്തു. നിറച്ച കഷണങ്ങളാണ്, തിന്നതിൻ്റെ ബാക്കിയാണ്, ശേഷിപ്പാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവം ശേഷിപ്പിനെ ചവിട്ടിക്കളയുവാൻ അനുവദിക്കുന്നില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. വേറൊരു വ്യക്തിയെ ഞാൻ എടുത്തു കാണിക്കാം. ശേഷിപ്പിനെ ചവിട്ടിക്കളയുന്ന ഒരുവൻ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദാനിയേൽ കാണുന്ന ഒരു ദർശനത്തിൻ്റെ ഭാഗം. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് തിന്നുകയും തകർക്കുകയും ചെയ്തു. തൃപ്തിയായതിനു ശേഷം ശേഷിച്ച ആഹാരം കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്ന ഒരു മൃഗം ഒരു ഭാഗത്ത്. വേറൊരു വശത്ത് ഇല്ലാത്തവരെയും പട്ടിണിയിരിക്കുന്നവരെയും വിശന്നിരിക്കുന്നവരെയും ദരിദ്രരെയും പോഷിപ്പിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, ശേഷിപ്പിനെ നഷ്ടമാക്കരുത്. കാരണം ഇതിൽ പങ്കെടുക്കാൻ കഴിയാഞ്ഞ പലരും അവിടെ ഇവിടായി വിശന്നിരിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കണം, അത് കളയരുത്. ദൈവം തന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമായ ശേഷിപ്പുകളെ നഷ്ടപ്പെടുത്താതെ സ്നേഹിക്കുന്ന ഒരുവൻ ഒരു കരയിൽ, മറുകരയിൽ നിൽക്കുന്ന വ്യക്തിയോ തകർക്കുകയും തിന്നുകയും ചെയ്തതിനു ശേഷം ശേഷിപ്പിനെ ചവിട്ടിക്കളയുന്ന ഒരു മൃഗം. നിങ്ങൾ ഇതിൽ ആരെയാണ് ഇഷ്ടപ്പെടുക? ആരെയാണ് നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്? ശേഷിപ്പിനെ നഷ്ടപ്പെടുത്താതെ ചവിട്ടിക്കളയാതെ ദരിദ്രർക്ക് വേണ്ടി, വിശക്കുന്നവർക്ക് വേണ്ടി വീണ്ടും വെച്ചിരിക്കുന്നവൻ. ഒരു കൂട്ടം ശേഷിപ്പായിട്ടുള്ള ജനങ്ങളെ, വന്നുകൂടുവാൻ കഴിയാത്തവരെ ഓർത്ത് വിലപിക്കുന്ന, ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയെയോ, ശേഷിപ്പിനെ തകർത്ത് ചവിട്ടിക്കളയുന്ന ഒരു വ്യക്തിയെയോ ദൈവത്തിന് സ്വന്തം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, ഇതിലേത് വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കും? നമ്മുടെ കർത്താവ് പറഞ്ഞതായ വാക്യമാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, ശേഷിച്ച കഷണങ്ങൾ പെറുക്കിയെടുക്കുവിൻ, ഒന്നും നഷ്ടമാകരുത്. മനുഷ്യരാൽ തള്ളപ്പെട്ട ശേഷിപ്പാക്കി, ആർക്കും വേണ്ടാതെ, തിന്നാൻ ഇനിയും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതായ നമ്മൾ ഒരു പന്തിയിലിരിക്കുമ്പോൾ നമ്മൾ മിച്ചം വയ്ക്കുന്ന ആഹാരത്തെക്കുറിച്ച് പിന്നെ നമുക്കും അത് മലിനമാണ്, നമ്മുടെ ശേഷിപ്പാണ്. നമ്മൾ ആ പന്തിയിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എച്ചിലായിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായും ശരിയാണ്, നമ്മൾ ഇരുന്ന പന്തിയിലെ ആഹാരമാണ്. അതിൻ്റെ മുന്നിലിരുന്നപ്പോൾ നമുക്കത് വിശുദ്ധമായിരുന്നു, നമ്മൾ ഭക്ഷിച്ചു. എന്നാൽ പന്തിയിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച്, അതിൻ്റെ വിലയെക്കുറിച്ച് മറന്നു കളഞ്ഞു. അതിനെ മലിനമെന്നെണ്ണി, അതിനെ എച്ചിലെന്നെണ്ണി, അതിനെ ശേഷിപ്പിനെന്ന് എണ്ണി, അതിനെ വേണ്ടാത്തതായി നമ്മൾ മാറ്റി. പക്ഷെങ്കിൽ അതിനെ തന്ന ഒരു വ്യക്തി, അതിനെ സൃഷ്ടിച്ച ഒരു വ്യക്തി, അതിനെ ഞുറുക്കി തന്ന ഒരു വ്യക്തി അങ്ങ് ദൂരെ നിന്ന് പറയുകയാണ്, ശേഷിച്ചതിനെ നഷ്ടമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അനേകരുടെ മുൻപിൽ നമ്മളെല്ലാവരും ഒരു ശേഷിപ്പായിരുന്നു, മിച്ചമായിരുന്നു, വേണ്ടാത്തവരായിരുന്നു, യൂസ്ലെസ്. ഇനിയും അതിൽ കടിച്ചു തിന്നാൻ കൊള്ളരുതാത്ത വകയാണ്.
എല്ലും മുട്ടവും, അല്ലെങ്കിൽ എന്തെങ്കിലും രുചിയില്ലാത്തത് എന്നൊക്കെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ നമുക്ക് തന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, തൃപ്തിയായവരുടെ മുൻപിൽ നിന്ന്, വലിയവരുടെ മുൻപിൽ നിന്ന്, പ്രസിദ്ധരായവരുടെ മുൻപിൽ നിന്ന്, ബുദ്ധിയുള്ളവരുടെയും ജ്ഞാനികളുടെയും മുൻപിൽ നിന്ന്, അനേക സമ്പന്നരുടെയും അനേക അഭിമാനികളുടെയും മുൻപിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ശേഷിപ്പിനെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വചനത്തിൽ ശേഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ അനേക വചനങ്ങൾ, നൂറ്റുകണക്കിന് വചനങ്ങളുണ്ട്. ശേഷിപ്പ്, അവിടെ ഒരു ശേഷിപ്പുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയാൽ 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ആടിനു വേണ്ടി തിരയുന്നൊരിടയൻ. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകൾ എന്ന് വേണ്ട ശേഷിപ്പിനെ കുറിച്ച് ധാരാളം ഉദാഹരണങ്ങൾ വളരെ അഗാധമായി പഠിക്കുവാനും ഗ്രഹിക്കുവാനും തിരുവചനത്തിൽ നമുക്ക് ലഭ്യമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ 2 വ്യക്തികളെ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീ ആരെ തിരഞ്ഞെടുക്കും? നിന്റെ ജീവിതത്തിൽ നിന്നെ തള്ളിക്കളഞ്ഞതായ അനേക സന്ദർഭങ്ങളിൽ നിന്നെ വീണ്ടുകൊണ്ടതായ ഒരു വ്യക്തി, നിന്നെ വേണ്ടെന്ന് പറഞ്ഞെടുത്ത് നിന്നെ വേണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി, എറിഞ്ഞു കളയുവാൻ ആജ്ഞ കൊടുത്തെടുത്ത് ഇല്ല, അതിനെ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞ് വീണ്ടുകൊണ്ട ഒരു വ്യക്തി നിനക്ക് വേണ്ടി ഒരു കൊട്ട തയ്യാറാക്കി. മരുഭൂമിയിൽ ശിഷ്യന്മാരുടെ കയ്യിൽ ഒരു കൊട്ട കൊടുത്തു. ആ കൊട്ടയ്ക്കകത്ത് പെറുക്കിയെടുക്കുക. അവരോട് പറയുകയാണ്, ഒന്നും നഷ്ടമായി പോകരുത്, ഒരു കാര്യങ്ങളും, നിന്റെ കുഞ്ഞുങ്ങളൊന്നും, നിന്റെ തലമുറകളൊന്നും നഷ്ടമായി പോകരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വിലയുള്ളതായി എണ്ണുവാൻ യോഗ്യതകളൊന്നുമില്ല. അനേകർ കടിച്ചു തിന്നതിൻ്റെ ബാക്കിയാണ്. അനേകരുടെ ദേഷ്യം പൂണ്ടതായ സ്വഭാവത്തിന് ഇരകളായവരാണ് നിങ്ങൾ പലരും, നമ്മൾ ഓരോരുത്തരും. അനേകരുടെ കോപാക്തിയിൽ വീണതിൻ്റെ ശേഷിപ്പാണ് തലമുറകളിൽ പലതും. പക്ഷെങ്കിൽ അതിലെ ഒന്നും നഷ്ടപ്പെടുത്തരുത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടുത്തരുത്, എല്ലാം പെറുക്കിയെടുക്കുവാൻ ആജ്ഞ കൊടുത്തു. അരുമനാഥൻ ശേഷിപ്പിനെ തേടി വന്നു. അരുമനാഥൻ കാണാതെ പോയ ആടുകളെ തേടി വന്നു. അരുമനാഥൻ ആർക്കും വേണ്ടാത്തതിനു വേണ്ടി അവൻ നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞു വന്നു. മരുഭൂമിയിൽ നാം ചിതറിപ്പാർത്ത ഇടത്ത് കർത്താവ് നമ്മെ സന്ദർശിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമുഖീകരിക്കുവാൻ യാതൊരു യോഗ്യതയും വിലയും ഒരറിവും കഴിവും ജ്ഞാനവും ഒന്നുമില്ലാതെ, നിവർന്നു നിൽക്കുവാനുള്ളത് ആരോഗ്യം പോലുമില്ലാതെ തേങ്ങിയ പല സ്ഥലങ്ങളിലും എൻ്റെ മകനെ മകളെ എന്ന് വിളിച്ച് ഓമന പേർ ചൊല്ലി വിളിച്ച് വന്നവനായ ദൈവത്തിന് സ്തോത്രം. അങ്ങേ കരയിൽ നോക്കൂ. മാനുഷിക സ്വഭാവത്തിൽ അനേകരുടെ മൂല്യങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. തിന്ന് തൃപ്തിയായതിനു ശേഷം കാലുകൊണ്ട് ചവിട്ടിക്കളയുന്ന അനേകരുടെ മുൻപിൽ ശേഷിപ്പിനെ ചേർത്തുകൊള്ളുന്ന അരുമനാഥൻ നിന്നുകൊണ്ട് വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കഷ്ടപ്പെടുന്നവരും രോഗികളും ബലഹീനരും ആർക്കും വേണ്ടാത്തവരും എറിഞ്ഞു കളഞ്ഞവരും ശേഷിപ്പെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതായ പ്രിയ മക്കളെ, എൻ്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാം, ഞാൻ നിങ്ങളെ വീണ്ടുകൊള്ളാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും തരാം, നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ഞാൻ നിങ്ങളോടൊപ്പം വരാം, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ സഹായിക്കുവാൻ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പ്രതിധ്വനിയുടെ ശക്തിയോടുകൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇറകളിൽ നിന്നുകൊണ്ട് കർത്താവ് വിളിക്കുകയാണ്, എൻ്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ സ്വീകരിക്കാം. ആർക്കും വേണ്ടാത്ത അനേക ജീവിതങ്ങൾ, വിങ്ങിപ്പൊട്ടുന്ന കണ്ണുനീരൊഴുക്കുന്ന അനേക ദുഃഖങ്ങളെന്തി ആരും ചേർത്ത് കൊള്ളാതെ അനാഥരും വിധവുമാരും ദോഷികളും ഒന്നുമില്ലാത്തവരും ഭൂമിയിൽ ദരിദ്രരും അന്യരും പരദേശികളും വീടില്ലാത്തവരും ഭവനമില്ലാത്തവരും എല്ലായിടത്തും അന്യമാക്കപ്പെട്ട ജീവിതങ്ങളെ തേടി കർത്താവ് വരുന്നു. കർത്താവ് അവരെ സ്നേഹിക്കുന്നു. അവരെ കർത്താവിനുള്ളവരെ പോലെ കർത്താവ് കൈക്കൊള്ളുന്നു. അവരുടെ കൈ പിടിച്ച് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ ദൈവം അവരെ സ്നേഹിക്കുന്നു. അവർക്ക് ദൈവമക്കളാകുവാൻ കർത്താവ് അധികാരം കൊടുക്കുന്നു. അവർക്ക് ചോദിക്കുന്നതൊക്കെ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ സങ്കടങ്ങളെ കേൾക്കുവാൻ ദൈവം ചെവി ചായ്ക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ശേഷിപ്പിനെ ഒന്നും നഷ്ടപ്പെടുത്താതെ പെറുക്കിക്കളയുകയും അവരെ കൊട്ടയിലാക്കുകയും
പ്രൈസ് ദി ലോർഡ്. ആ കൊട്ടയിൽ വീഴുവാനുള്ളതായ ഭാഗ്യം അന്നേ എടുത്ത് കളയേണ്ടവരായിരുന്നു. ആ തിന്നവരൊക്കെ ദൂരെ എടുത്ത് വീശേണ്ടവരായിരുന്നു. മണലാരണ്യത്തിൽ കളഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു. ഇല്ല, കർത്താവ് നമ്മെ കൊട്ടയിൽ പെറുക്കിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിച്ചു. വീണ്ടും വീണ്ടും ദരിദ്രർക്ക് വേണ്ടിയും വിശക്കുന്നവർക്ക് വേണ്ടിയും ദാഹിക്കുന്നവർക്ക് വേണ്ടിയും ആഹാരമാകുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. ഈ വലിയ ഭാഗ്യത്തെ ധ്യാനിപ്പാൻ, ഈ ഭാഗ്യത്തെ തിരഞ്ഞെടുക്കുവാൻ, ഈ ഭാഗ്യത്തെ ഒത്തുകൊള്ളുവാൻ, സ്വീകരിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നവരായി, ചിന്തിക്കുന്നവരായി, ധ്യാനിക്കുന്നവരായി, ആ ദൈവത്തോട് നമ്മെ ചേർത്തുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെയും സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.